ഓച്ചിറയിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടു. ഓച്ചിറയിൽ അടിപ്പാത പര്യാപ്തമല്ലെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. ഓച്ചിറ പരബ്രഹ്മ ആശുപത്രിയുടെ മുൻവശം ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടത് തുറക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഓച്ചിറ ക്ഷേത്രത്തിൽ നിന്നും എല്ലാ മാസവും ശബരിമലയ്ക്കുണ്ടായിരുന്ന KSRTC ബസ് സർവീസ് പുനഃസ്ഥാപിക്കണമെന്നും പ്രവർത്തക സമിതി യോഗം ആവശ്യമുന്നയിച്ചു. ഉപയോഗിക്കുമെന്നും ക്ഷേത്രത്തിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര ഭരണ നിബന്ധനകൾക്ക് വിധേയമായി എന്റെ പരമാവധി കഴിവ്. ഓച്ചിറയിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വിവിധ ഉത്സവങ്ങൾ നടക്കുന്ന ഓച്ചിറയിൽ അടിപ്പാത പര്യാപ്തമല്ല. ഉത്സവ സമയങ്ങളിൽ വലിയ തിരക്കുള്ളപ്പോൾ കോട്ട പോലെ രണ്ട് വശവും കെട്ടിയാലുണ്ടാകുന്ന അപകടം ചെറുതല്ല. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാണ് പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടത്. പരബ്രഹ്മ ആശുപത്രിയുടെ മുൻഭാഗം ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടച്ചിരിക്കുകയാണ്. നിലവിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ചുറ്റിക്കറങ്ങി വേണം ആശുപത്രിയിലെത്താൻ. അതിനാൽ അടിയന്തരമായി അടച്ച ഭാഗം തുറന്നു നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. എല്ലാ മലയാള മാസവും ഓച്ചിറയിൽ നിന്നും ശബരിമലയിലേക്കുണ്ടായിരുന്ന KSRTC ബസ് പുനഃസ്ഥാപിക്കണം. ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനും പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനമായി. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ഒരു വലിയ മത്സരത്തിൽ കൂടി കടന്നു വന്നവരാണ്. 52 കലകളിൽ ഏകദേശം ഒരു വർഷം നീണ്ടുനിന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനും അതിനുശേഷം ഘട്ടഘട്ടമായി 5 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുത്തു വന്ന ഭരണസമിതികളാണ്. വാശിയേറിയ മത്സരങ്ങളായിരുന്നു കലയെ. പ്രസിഡന്റ് R രാജീവ് കടകംപള്ളിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി അഡ്വക്കേറ്റ് K ഗോപിനാഥൻ, വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, V സാഗർ, NDV, PK വിക്രമൻ, K പത്മകുമാർ, CR കുസുമൻ, B ശിവപ്രസാദ്, C നന്ദകുമാർ, K പ്രതാപൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.